ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ വീണ്ടും പാർട്ട് സി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ആഗ്രയിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവാണ്, റൂം എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ട കുറച്ച് കാഴ്ചകളാണ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റൂമൊക്കെ ആയിരുന്നു കേട്ടോ. റേറ്റൊക്കെ വലിയ റേറ്റൊന്നുമില്ല, എന്നാലും നമുക്ക് 3 പേർക്കും താമസിക്കാൻ പറ്റിയ ഒരു റൂമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ റൂമിൽ വെച്ച് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ താജ്മഹൽ കാണാനായിട്ടുള്ള പോക്കാണ് കേട്ടോ. അപ്പം ഏകദേശം താജ്മഹലിൻ്റെ അടുത്ത് എത്താറായി. ആ പോണ വഴിക്ക് കണ്ട കുറച്ച് കാഴ്ചകളാണ്, എല്ലാം നല്ല രസമുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളാണിത്. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഓൺലൈനായിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് കേട്ടോ. 50 രൂപ ടിക്കറ്റാണ് അവിടെ കയറണതിന്. അപ്പം ഞങ്ങൾക്ക് 3 പേർക്കും 3 ടിക്കറ്റ് ഞങ്ങൾ ഓൺലൈനായിട്ട് എടുത്തിട്ട് താജ്മഹലിൻ്റെ അടുത്തോട്ട് നടന്ന് പോവാണ്. കുറച്ച് നടന്ന് പോകണം. അവിടെ നിന്ന് വണ്ടിയൊന്നും അങ്ങോട്ട് കയറ്റി വിടത്തില്ല. അപ്പോൾ ആട്ടോ ഞങ്ങളവിടെ നിർത്തിയിട്ടാണ് ഞങ്ങളങ്ങനെ അതിൻ്റെ ഫ്രണ്ട് ഗേറ്റിലോട്ട് പോണതാണ് കേട്ടോ. നല്ല മനസ്സിനകത്തിൽ ഒരുപാട് സന്തോഷം നൽകിയ ഒരു നിമിഷമായിരുന്നു. ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്താ വെച്ചാൽ ലേറ്റ് ആയതുകൊണ്ട് അതിനകത്ത് കയറാൻ അന്നേരം നമുക്ക് ടിക്കറ്റ് കിട്ടുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും പഠിച്ചവൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുകയും ചെയ്തു. അതിനകത്തിൽ കയറി എല്ലാം നല്ല രീതിയിൽ കാണാനും സാധിച്ചു. മാഷാ അല്ലാഹ്, ഒരുപാട് സന്തോഷമുള്ള ആ ഒരു നിമിഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ടിക്കറ്റൊക്കെ അവിടെ കാണിക്കണമായിരുന്നു. അതൊന്നും നമുക്കവിടെ വീഡിയോ എടുക്കാനൊക്കെ ഇല്ല. അവിടെ സെക്യൂരിറ്റിയൊക്കെ ഉള്ളത് കാരണം നമുക്കതൊന്നും വീഡിയോ എടുക്കാനൊക്കെ ഇല്ല. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു ഭാഗത്തൂടാണ് നമ്മൾ നടന്നു പോകേണ്ടത്. നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. അവിടോട്ട് കയറുമ്പോൾ നമ്മുടെ മനസ്സിനകത്തിൽ വല്ലാത്തൊരു കുളിർമയാണ് തോന്നുന്നത്. ഇത്രയും സുന്ദരമായ നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു നല്ലൊരു സ്ഥലത്ത് ഒരു സാധാരണക്കാരിയായ എനിക്കും അവിടെ എത്തിപ്പെടാൻ പറ്റിയല്ലോ എന്നുള്ള ഓർത്തിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇങ്ങനൊരു ആഗ്രഹം എനിക്കവിടെ സാധിക്കുമെന്നോ ഒന്നും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് അകത്തോട്ട് പോവുകയാണ് കേട്ടോ. ഈ ഒരു കവാടത്തിലൂടെ വേണം നമ്മൾ അകത്തേക്ക് പോകാൻ. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് കേട്ടോ. നല്ല ആ ഒരു എല്ലാം ഒരേപോലെ ഇരിക്കുന്ന കാണാം. കൊട്ടാരങ്ങളൊക്കെ എന്താണെന്ന് പറയേണ്ടത് തന്നെ എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ മാഷാ അല്ലാഹ്, ഇപ്പം 2-3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ആ ഒരു താജ്മഹലിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കണം, എന്താ ഒരു ഭംഗിയെന്നറിയാമോ. എനിക്ക് സത്യം പറയാൻ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതായിപ്പോയി. അവിടെ നിന്ന് ഒത്തിരി നേരം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും ഒത്തിരി നേരം അവിടെ നിന്നു. പിന്നെ ഇവിടുന്ന് നമ്മൾ അങ്ങനെ നടന്ന് പോകണം. ഒരു സൈഡിൽ കൂടെ നടന്ന് പോയാൽ അതിനടുത്തെത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോയും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങളങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ഒരു സാധാരണക്കാരിയായ ഏതോ ഒരു ഗ്രാമത്തിൽ ജീവിച്ച് വന്ന എനിക്ക് ഇങ്ങനൊരു ഭാഗ്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വലിയൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. അപ്പം നിങ്ങൾ ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ആയിരിക്കാം, എന്നാലും എനിക്കത് കിട്ടിയത് അതൊരു ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ താജ്മഹലിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു വന്നാൽ
അങ്ങനെ ഇതാ ഇതിൻ്റെ ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും അതിൻ്റെ ഓരോരോ ഭംഗിയാണ് കേട്ടോ കാണാൻ. എന്തോരം ഭംഗിയാണെന്നറിയോ, ആ ഒരു മാർബിളിലൊക്കെ തൊടാനും എന്താ ഒരു 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 നല്ലൊരു സുഖവും അവിടെ ഇരിക്കുമ്പം തന്നെ നമുക്ക് മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷവും എന്താ ഒരു സമാധാനവും ഒക്കെ ഉള്ളൊരു അന്തരീക്ഷമാണ് അവിടെ. ഇപ്പം എന്താ പിന്നെ താജ്മഹലിനോട് ചേർന്ന് തന്നെയാണ് യമുന നദി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഒരു സായാഹ്ന കാഴ്ചകളാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് യമുന നദി ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ നമുക്ക് അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഒരു ടിക്കറ്റും കൂടെ എടുക്കണം. 200 രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഇതിനകത്ത് കയറി കാണാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളും അങ്ങനെ ടിക്കറ്റ് എടുത്ത് അതിനകത്ത് കയറി കണ്ടിട്ട് പക്ഷേ അവിടെ നമുക്ക് വീഡിയോ ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് നമുക്ക് അതിനകത്തെല്ലാം വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഞങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ച് ഇറങ്ങി അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോവുകയാണ് കേട്ടോ. ഓരോ മാർബിളിലും കണ്ടോ എന്താ ഒരു നല്ല എനിക്കറിഞ്ഞൂടെ എന്തോ ഒരു തൊടാൻ തന്നെ ഒരു ഭാഗ്യം കിട്ടും. വല്ലാത്തൊരു ഭാഗ്യമാണ് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ എനിക്കിതൊക്കെ ഭയങ്കര ഒരു സംഭവമായിട്ടാണ് ഞാനത് കാണുന്നത്. ഇപ്പം ഏകദേശം നേരം സന്ധ്യ ആയിട്ട് വരികയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ നല്ല ചൂടൊക്കെ ആയിരുന്ന കാരണം നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളമൊക്കെ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് അങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. അതിൻ്റെ ചുറ്റിനും നമുക്ക് നടന്ന് കാണാൻ പറ്റും. പക്ഷേ അതിനകത്ത് കയറുമ്പം നമുക്ക് ഫോട്ടോയോ വീഡിയോസോ ഒന്നും എടുക്കാൻ പാടില്ല. പിന്നെ നമ്മൾ അകത്ത് കയറുമ്പോൾ അവിടെ ഇടാനൊരു പ്രത്യേക ഒരു ഷൂ ഉണ്ട്. ആ ഒരു ഷൂ ഇട്ടോട്ട് വേണം നമ്മൾ അതിനകത്ത്, ഷൂ അല്ല ഒരു കവറാണത്, അതിട്ടിട്ട് വേണം നമ്മൾ അതിനകത്ത് കയറാൻ. അല്ലാതെ നമുക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അതിനകത്തെല്ലാം കയറി കണ്ട് മാഷാ അല്ലാഹ് ഒരുപാട് നാളുകൾ ഒരാഗ്രഹം, വലിയൊരാഗ്രഹം സഫലീകരിച്ച് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നടന്നെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും തളർന്നു. യാത്ര ചെയ്ത ക്ഷീണവും എല്ലാം കൂടെ ആയപ്പോഴത്തേനും തളർന്നു. പിന്നെ കുറച്ച് നേരം കൂടെ ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് ഒന്ന് ചുറ്റിയടിച്ച് എല്ലായിടും ഒന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും നേരം സന്ധ്യയായി. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് എന്നിട്ട് ആണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങുന്നത്. അപ്പോഴേക്കും നേരം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം നിങ്ങൾക്ക് ആ ഒരു കാഴ്ചകളും കൂടെ ബാക്കിയും കൂടെ കണ്ടുവരാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ ഒന്ന് പോയി കാണണം കേട്ടോ. നമ്മൾ എത്ര നമുക്ക് സാമ്പത്തികം ഇല്ലയെന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു രൂപ ഇട്ടായിരുന്നാലും നമ്മൾ ശേഖരിച്ച് വെച്ചിരുന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം ഇതുപോലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. അപ്പം ഞാൻ കണ്ട കുറച്ച് സന്തോഷമുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കൂടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പം പോകാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചയും നമ്മൾ ആ ഒരു താജ്മഹലിൻ്റെ ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഓരോരോ ഭംഗിയാണ് ആ ഒരു താജ്മഹലിന്. അപ്പം എന്താ നേരെ നല്ല വന്നു. ഞങ്ങളിനി അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ പോകാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണുക, നേരിട്ട് കാണാൻ സാധിക്കട്ടെ. എനിക്ക് കിട്ടിയ ഇതേപോലുള്ളൊരു ഭാഗ്യം നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കണു. അപ്പം അൽഹംദുലില്ലാ അങ്ങനെ ആഗ്രഹം നടന്നു. ഇപ്പം താജ്മഹലിൻ്റെ മനോഹരമായ കാഴ്ചകളും എല്ലാം കണ്ട് അവിടെ കുറേ നേരം ചിലവഴിക്കാനും പറ്റി. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങുകയാണ് കേട്ടോ. പുറത്തിറങ്ങി ഇനി അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നാലേ നമുക്ക് ആട്ടോയിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് പിന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു. താജ്മഹലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. അപ്പം ഇക്കായാണെങ്കിൽ അവിടെ നമസ്കരിക്കാൻ വേണ്ടി അങ്ങനെ കയറിപ്പോയതാണ്. അപ്പം ഞങ്ങളവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി. നല്ല രീതിയിൽ തളർന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണവും കഴിച്ചില്ലായിരുന്നു. വന്ന പാടെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായിട്ട്
പിന്നെ ഇത് ടിക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് പെട്ടെന്ന് വന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാൻ നിന്നില്ല. അപ്പം നല്ല രീതിയിൽ എല്ലാവർക്കും നല്ല തളർച്ചയും ക്ഷീണവും എല്ലാം ഉണ്ടായിരുന്നു. യാത്ര ചെയ്ത ക്ഷീണവും ഉറക്കം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോൾ പിന്നെ അങ്ങനെ മോളെടുത്താണ് കുറച്ച് വീഡിയോ, അതും കൂടെ അതിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അവിടെ കുറേ കുരങ്ങന്മാരും കുഞ്ഞു കുരങ്ങന്മാരും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ കുറച്ച് നേരം അങ്ങനെ മോള് വീഡിയോ എടുത്തതാണത്. അപ്പം അതും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക. അപ്പം ബാക്കിയുള്ള വീഡിയോസും ഇനി കുറേശ്ശെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ നമസ്കരിക്കാൻ കയറിയ നേരം കൊണ്ട് ഞങ്ങളങ്ങനെ ആ കുരങ്ങന്മാരുടെ കളികളും എല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനതൊന്നും അധികമൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. തളർന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, നല്ല ഒരുപാട് തളർന്നു പോയി. പിന്നെ യാത്ര ചെയ്ത് ക്ഷീണമില്ലേ, 2-3 ദിവസത്തെ യാത്രയും ഒക്കെ ആയപ്പോഴത്തേക്കിന് പിന്നെ ഒന്നിനും കഴിഞ്ഞില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ആട്ടോയിൽ പോവുകയാണ്. ആട്ടോയിൽ പോണ വഴിക്കാണ് ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ആഗ്ര പേട അവിടുത്തെ മെയിനാണ് കേട്ടോ. ഭയങ്കര മധുരമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതും കൂടെ അങ്ങനെ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ആട്ടോക്കാരനൊരു കടയിൽ കൊണ്ടുപോയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ആഗ്ര പേട. പല പല കളറിലും ടേസ്റ്റിലും ഒക്കെയാണ് ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ഒരു കടയിൽ കയറിയപ്പം ഒരു സെറ്റ് വാങ്ങിക്കാമെന്ന് കരുതി കയറിയതാണ്. ഭയങ്കര മധുരമാണ് കേട്ടോ ഇതിന്. മിക്കവാറും ഉള്ള ആൾക്കാരെല്ലാം വാങ്ങിയിട്ട് പോകാറുമുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു ബോക്സാണ് വാങ്ങിച്ചത്. ഈ ഒരു ബോക്സിന് 250 രൂപയാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളങ്ങനെ തിരിച്ചു പോവുകയാണ്. വേറെ ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല, പേട മാത്രമേ വാങ്ങി.